ബംഗളൂരുവിൽ RCBയുടെ വിജയാഘോഷത്തിനിടെ ദുരന്തത്തിൽ DK ശിവകുമാർ രാജിവെക്കണമെന്ന് BJP. വിക്ടറി പരേഡിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 11 പേരാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ 6 പുരുഷന്മാരും 4 സ്ത്രീകളും ഒരു കുട്ടിയും ഉണ്ട് എന്നാണ് വിവരം. പരിക്കേറ്റവരെ വിക്ടോറിയ, മണിപ്പാൽ ആശുപത്രികളിലേക്ക് മാറ്റി. സുരക്ഷാ വീഴ്ചയുണ്ടായതിൽ പ്രതിഷേധിച്ച് RCB വിധാൻ സൗധയ്ക്ക് നേരെ കല്ലേറ് നടത്തുകയാണ്. അതേസമയം ബംഗളൂരുവിലെ 2 മെട്രോ സ്റ്റേഷനുകളും അടച്ചു. മെട്രോ ട്രെയിനുകളിൽ വൻ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കർണാടക സർക്കാർ ഏറ്റെടുക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര പറഞ്ഞു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ, ഇതുവരെ 11 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഒരുപക്ഷെ ആ 11 എന്നത് ഉയർന്നേക്കാം, മരണസംഖ്യ ഉയർന്നേക്കാം എന്നുള്ള റിപ്പോർട്ടുകളും അവിടുന്ന് പുറത്തു വരികയാണ്. 50-ലേറെ പേർ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം. പലരുടെയും നില ഗുരുതരമാണ്. നിലവിൽ എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? ഇതുമായി പറഞ്ഞതുപോലെ BJP സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം അവിടെ നേരിട്ടെത്തി, അതായത് ഈ ഒരു ആശുപത്രിയിൽ നേരിട്ടെത്തി ആളുകളെ സന്ദർശന ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. അതായത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവാൻ കാരണം സുരക്ഷാ വീഴ്ചയാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അതായത് ആളുകൾ പറഞ്ഞതിന് പ്രകാരമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതായത് ഈ ഒരു ആശുപത്രിയിൽ എത്തി അപകടത്തിൽപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം, അതിൽ നിന്ന് ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം ഈ BJP സംസ്ഥാന അധ്യക്ഷൻ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലൊരു അപകടം അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഇത്ര തിടുക്കപ്പെട്ടൊരു പരിപാടി സംഘടിപ്പിക്കാൻ എന്തായിരുന്നു സർക്കാരിൻ്റെ പിന്നിൽ ഉണ്ടായത്? ഇത്ര തിടുക്കപ്പെട്ടൊരു പരിപാടി സംഘടിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നും, സർക്കാരിന് പബ്ലിസിറ്റി മാത്രമാണ്, ജനങ്ങളുടെ ജീവന് വില നൽകുന്നില്ല, പബ്ലിസിറ്റിക്ക് മാത്രമാണ് സംസ്ഥാന സർക്കാർ വില നൽകുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം ഈ ആളുകളുടെ ജീവൻ എത്ര ആളുകൾക്കോളം 11ഓളം പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. നിരവധി ആളുകൾ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇതിന് ഈ സംഭവത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം അടിയന്തരമായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രഖ്യാപിക്കണം എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് എന്തായാലും ഇപ്പോഴും ഉയരുന്നത്. ഈയൊരു അപകടത്തിന് തൊട്ടു പിന്നാലെ തന്നെ, അതായത് മതിയായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നില്ല എന്നത് കൃത്യമായി തന്നെ വ്യക്തമാണ്. അത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മതിയായ സൗകര്യങ്ങളൊന്നും ഒരുക്കിയിരുന്നില്ല, അതിനുവേണ്ട സമയം ഇല്ലായിരുന്നു എന്നാണ് സിദ്ധരാമയ്യ പറയുന്നത്. അതായത് മതിയായ സൗകര്യങ്ങളൊന്നും തന്നെ ഒരുക്കിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം ഈ BJP സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം വിവിധ ആശുപത്രികളിലായി എത്തി ആളുകളെ സന്ദർശിച്ചിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം ബോറിംഗ് ആൻഡ് ലേഡി ആശുപത്രിയിൽ എത്തിയിരുന്നു. അവിടെ എത്തി ആളുകളെയൊക്കെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം അടുത്ത ആശുപത്രിയിൽ എത്തിയും ആളുകളെ സന്ദർശിക്കും എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് അദ്ദേഹം പ്രധാനമായും പറയുന്ന ഒരു കാര്യം, ഈ 11 പേരുടെ ഇപ്പോൾ നിലവിൽ 11 പേരുടെ ജീവൻ നഷ്ടമായി എന്നറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു 11 പേരുടെ ജീവൻ നഷ്ടമാകാൻ ഇടയാക്കിയ ഈ ഒരു അപകടം, ഈ അപകടത്തിൽ മുഖ്യമന്ത്രി ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. BJP സംസ്ഥാന അധ്യക്ഷന് പുറമെ സംസ്ഥാനത്തെ BJP നേതാവും ഒപ്പം പ്രതിപക്ഷ നേതാവും ഇക്കാര്യം തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഈയൊരു അപകടത്തിൽ ഒരു അന്വേഷണം, കൃത്യമായ അന്വേഷണം നടത്തണം എന്നും അദ്ദേഹവും ആവശ്യപ്പെടുന്നുണ്ട്. നീലിമ, ഇപ്പോൾ സർക്കാരിനെതിരെ വലിയ ജനരോഷം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. വിധാൻ സൗധയിലേക്ക് RCBയുടെ ആരാധകർ കല്ലെറിയുന്ന ഒരു സാഹചര്യമുണ്ട്. പലയിടത്തും അവിടുത്തെ ക്രമസമാധാന നില വലിയ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. മെട്രോ സ്റ്റേഷനുകൾ അടച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരം. പക്ഷേ ബംഗളൂരുവിൽ ഇപ്പോഴും അനിയന്ത്രിതമായ ജനത്തിരക്ക് അനുഭവപ്പെടുന്നുവെന്നാണ് അവിടെ നിന്നുള്ള വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. നിഖിൽ, നീലിമ, അതായത് പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ സാധിക്കും, പല സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് ആളുകൾ ഇത്രത്തോളം തടിച്ചു കൂടുന്ന ഒരു സംഭവം, അതായത് വലിയൊരു തിരക്ക് ഉണ്ടാകുന്നു, അതിന് പിന്നാലെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നു, അതിന് പിന്നാലെ ആരാധകർ വലിയ രീതിയിൽ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും തടിച്ചു കൂടുന്നൊരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു നിയമസഭയ്ക്ക് നേരെ, കർണാടക നിയമസഭയ്ക്ക് നേരെ, നിയമസഭാ മന്ദിരത്തിന് നേരെ കല്ലേറുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ജനക്കൂട്ടം, അതായത് ഈ തടിച്ചുകൂടിയ ആരാധകരുടെ ഒരു കൂട്ടം, അവർ നിയമസഭാ മന്ദിരത്തിന് നേരെ കല്ലെറിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയതായി, അതായത് ഈ ഒരു അപകടത്തിൻ്റെ ഒരു ദൃക്സാക്ഷിയുടെ ഒരു പ്രതികരണം വാർത്താമാധ്യമം പുറത്തുവിട്ടിട്ടുണ്ട്. ദേശീയ വാർത്താമാധ്യമം പുറത്തുവിട്ട ഒരു പ്രതികരണമുണ്ട്. അതിൽ പറയുന്നത് RCB ടീമിനെയും വിരാട് കോഹ്ലിയെയും കാണാൻ നിരവധി ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികളടക്കമുള്ള ആളുകൾ
ഈ ഒരു വിരാട് കോഹ്ലിയെ കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തെ അടുത്ത് കാണുന്നതിന് വേണ്ടി അവിടെ തടിച്ചു കൂടിയിരുന്നു. അവരാണ് അപകടത്തിൽപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. ഒപ്പം നിരവധി ആളുകൾ ഈ ഒരു ഗേറ്റിന് സമീപത്തേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തി എന്ന് പറയുന്നുണ്ട്. ഇതിൽ ചിലർ വീഴുന്നത് താൻ നേരിട്ട് കണ്ടിരുന്നു. അവരെ സഹായിക്കാനുള്ള അവസരം പോലും കിട്ടിയില്ല, അത്രത്തോളം തിരക്കായിരുന്നു. ഒപ്പം സമീപത്തു നിന്ന പോലീസുകാരും അവർക്കും നോക്കുകുത്തിയായി നിൽക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അവരും ഹെൽപ്ലെസ് ആയിരുന്നു എന്നും ഒരു ദൃക്സാക്ഷിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ദൃക്സാക്ഷി വാർത്താ മാധ്യമത്തിൽ നൽകിയ പ്രതികരണമാണ്. അതിലിങ്ങനെ പറയുന്നുണ്ട്, നിരവധി ആളുകൾ അവിടെ വീഴുന്നത് കണ്ടു, പക്ഷേ അവരെ വീഴുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരെ ഒന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അത്രത്തോളം വലിയ തിരക്കായിരുന്നു. പോലീസ് പോലും ഹെൽപ്ലെസ് ആയിരുന്നു എന്നും ഈ ഒരു ദൃക്സാക്ഷി എന്തായാലും പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച കൃത്യമായി ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട അടിസ്ഥാന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ, കർണാടക സർക്കാർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ വലിയ വീഴ്ച തന്നെ വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ അവസരത്തിൽ 11ഓളം പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. 54ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇതിൽ തന്നെ 10ഓളം പേരുടെ നില ഗുരുതരമാണ്. 6ഓളം പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇത്രയും വലിയൊരു അപകടം അത് കർണാടക സർക്കാർ വരുത്തിവെച്ചതാണ് എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ അടക്കമുള്ളവർ പറയുന്നത്. ഒപ്പം സമൂഹ മാധ്യമങ്ങളടക്കം സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട്. ഈയൊരു അപകടത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം എന്ന് BJP ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്നു. അദ്ദേഹം പറയുന്നത് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ നേരിട്ട് സന്ദർശിച്ചതിന് ശേഷം, അതായത് സംസ്ഥാന മുഖ്യമന്ത്രി എത്തുന്നതിന് മുൻപ് തന്നെ BJP അധ്യക്ഷൻ ആശുപത്രിയിൽ എത്തി പരിക്കേറ്റവരെ കാണുന്നു. അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തി. അദ്ദേഹം പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആംബുലൻസ് സംവിധാനങ്ങളും പോലും ഇല്ലായിരുന്നു എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ എന്തായാലും പറയുന്നുണ്ട്. ഒപ്പം ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം, അതിന് മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും BJP ആവശ്യപ്പെടുന്നുണ്ട്. നീലിമ, ഒപ്പം തന്നെയാണ് ഈ സംഘാടക സമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വലിയ അപഹാസ്യമായ ഒരു നീക്കം എന്ന് പറയുന്നത്. തീർച്ചയായും സംഘാടകർക്ക് അറിയാം പുറത്തെന്താണ് സംഭവിച്ചത്. ഇത്തരത്തിൽ 11 മരണമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങളെ വെച്ചുകൊണ്ട് അവിടെ ഒരു സ്വീകരണ ചടങ്ങ് തന്നെ സംഘടിപ്പിക്കുകയായിരുന്നു. IPL ചെയർമാൻ്റേതായി വരുന്ന ഒരു പ്രസ്താവനയനുസരിച്ച് അതിനകത്ത് ഉണ്ടായിരുന്ന ഒഫീഷ്യൽസ് ഈ താരങ്ങളെ ഈ വിവരം അറിയിച്ചിരുന്നുവെങ്കിൽ അവർ ആ സ്വീകരണ പരിപാടിക്ക് മുതിരില്ലായിരുന്നു. വിരാട് കോഹ്ലിയെ പോലെ ഒരാൾ ഇത്തരത്തിലൊരു അപകടം പുറത്ത് നടന്നിരിക്കുന്നു, താനടക്കമുള്ളവരെ കാണാൻ വേണ്ടി എത്തിക്കൂടിയ ആരാധകർ പലരും കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിനകത്തെ ആ പരിപാടിയിൽ അദ്ദേഹം അടക്കമുള്ളവർ പങ്കെടുക്കില്ലായിരുന്നു. പക്ഷേ അവരെ പോലും ഇത് അറിയിക്കാൻ സംഘാടക സമിതിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഒരു തരത്തിലുള്ള ആസൂത്രണവും നടന്നില്ല. ഈ ദുരന്തത്തിന് ശേഷവും അപഹാസ്യമായ നിലപാട് സംഘാടക സമിതി എടുത്തു എന്നതല്ലേ ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്? തീർച്ചയായും നീലിമ, ഈ അപകടത്തിന് ശേഷവും നേരത്തെ പറഞ്ഞതുപോലെ അപകടത്തിന് ശേഷവും സ്റ്റേഡിയത്തിനുള്ളിൽ ഇത്തരത്തിലൊരു പരിപാടി നടത്തി എന്നുള്ളതാണ് ഏറ്റവും അതീവ ദുഃഖകരമായ ഒരു കാര്യം. ഏറ്റവും ദുഃഖകരമായ കാര്യം സ്റ്റേഡിയത്തിനുള്ളിൽ ഇത്തരത്തിലൊരു പരിപാടി നടത്തി എന്നുള്ളതാണ്. അതായത് ഈ താരങ്ങളടക്കം, അതായത് തങ്ങൾക്ക് വേണ്ടി ജയ് വിളിക്കാൻ, തങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ വിജയം ആഘോഷിക്കാൻ എത്തിയ ആരാധകരാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ആ ആരാധകർക്കാണ് ജീവൻ നഷ്ടമായത്. ആ ആരാധകർ ജീവൻ നഷ്ടമായ അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ ഈ പരിപാടി നടത്തി എന്നുള്ളത് അതീവ ദുഃഖമുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നിലവ് പറഞ്ഞതുപോലെ അതിന് തൊട്ടു പിന്നാലെ BCCIക്ക് നേരിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ടായി. IPL ചെയർമാൻ അരുൺ ധുമാൽ നേരിട്ട് RCB മാനേജ്മെൻറ്റിനെ, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മാനേജ്മെൻറ്റിനെ വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഈ പരിപാടി നിർത്തിവെക്കണം, ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നു, ഈ സാഹചര്യത്തിൽ നിങ്ങൾ പരിപാടി അടിയന്തരമായി നിർത്തിവെക്കണം എന്ന് IPL ചെയർമാൻ നേരിട്ട് ആവശ്യപ്പെടുന്നൊരു സാഹചര്യം. അതിന് പിന്നാലെയാണ് പരിപാടി നിർത്തിവെക്കുന്നത്. അതുവരെ അവിടെ വലിയൊരു പരിപാടി തന്നെ, അതായത് പുറത്ത് ആളുകൾ, വലിയ ജനക്കൂട്ടം, അവിടെ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടം, ഇത്തരത്തിൽ വലിയൊരു അപകടം, അതേ സമയത്ത് തന്നെ അകത്ത് വലിയൊരു ആഘോഷ പരിപാടി നടക്കുന്നു എന്നുള്ളതായിരുന്നു നടന്നത്. പിന്നീട് BCCI അല്ലെങ്കിൽ BCCIയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ IPL ചെയർമാൻ്റെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശം കിട്ടിയതിന് പിന്നാലെയാണ് ഈ പരിപാടി പൂർണ്ണമായി നിർത്തുന്നത്. അതിനുശേഷമാണ് താരങ്ങൾ അവിടെ നിന്ന് വിട്ടുപോകുന്നത്. ഇപ്പോഴും സ്റ്റേഡിയത്തിനുള്ളിലുള്ള കാണികളെ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള കാണികളെ പൂർണ്ണമായും വിട്ടു എന്ന് പറയാൻ സാധിക്കില്ല.
അവിടെയും കാണികളെ എത്തിയ ആരാധകരെ ആ സ്റ്റേഡിയത്തിന് സമീപം അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൻ്റെ ഗേറ്റിന് പുറത്തേക്ക് പൂർണ്ണമായും വിട്ടിട്ടില്ല. നഗരത്തിനുള്ളിലെ ആ ഒരു ജനക്കൂട്ടം അല്ലെങ്കിൽ തിക്കും തിരക്കും പൂർണ്ണമായും നിയന്ത്രണ വിധേയമായതിനു ശേഷം മാത്രമായിരിക്കും മുഴുവൻ ആളുകളെയും വിടുക. അതുവരെ ലിമിറ്റ് ചെയ്ത ആളുകൾ, അതായത് കുറച്ച് ആളുകളെ മാത്രമായി പുറത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം സ്റ്റേഡിയത്തിന് സമീപത്തേക്ക് കൂടുതൽ പുറത്തുനിന്ന് ആളുകൾ എത്തുന്നതിന് നിയന്ത്രണമുണ്ട്. മെട്രോ സ്റ്റേഷനുകൾ അടക്കം അടച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നഗരത്തിലെ ഈ ഒരു ജനക്കൂട്ടം പല സ്ഥലങ്ങളിലായി ആരാധകർ ഒത്തുകൂടുന്നുണ്ട്. ഇത്തരത്തിൽ ഒത്തുകൂടരുത് എന്ന് പോലീസ് നിർദ്ദേശം നൽകുന്നുണ്ട്. പക്ഷേ എന്നാലും പല സ്ഥലങ്ങളിലായും ആരാധകർ വലിയ രീതിയിൽ ഒത്തുകൂടുന്നൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഒത്തുകൂടിയ ആളുകളാണ് കർണാടക നിയമസഭാ മന്ദിരത്തിന് നേരെ കല്ലേറ് നടത്തിയത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലായി പോലീസ് ലാത്തിചാർജ് നടത്തുന്നുണ്ട്. ഈ ഒരു ആരാധകരുടെ കൂട്ടം ജനക്കൂട്ടത്തിന് നേരെ പോലീസ് ലാത്തി വീശുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. പല സ്ഥലത്തും പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ ഈ ആരാധകർ ജനക്കൂട്ടം അവർ തകർക്കുന്ന ഒരു കാഴ്ചയുമുണ്ട്. ഇത്തരത്തിൽ തകർക്കുന്നതിനെതിരെ പോലീസ് പല സ്ഥലങ്ങളിലും ലാത്തി വീശുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നിലവ് പറഞ്ഞതുപോലെ കർണാടക അല്ലെങ്കിൽ ബംഗളൂരുവിലെ ഒരു ക്രമസമാധാന പ്രശ്നമായി ഇത് മാറുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അതായത് ഈ ഒരു നഗരത്തിലെ പൂർണ്ണമായും ക്രമസമാധാനത്തെ പ്രശ്നം, ഇത്തരൊരു അപകടം, ഈ ഒരു ജനക്കൂട്ടം അല്ലെങ്കിൽ ആരാധകർ വലിയൊരു കൂട്ടം എത്തിയത് പൂർണ്ണമായും അവിടുത്തെ ഒരു ക്രമസമാധാനത്തെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അത് കൃത്യമായി നിയന്ത്രിക്കേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ്. ഇത്തരത്തിൽ വലിയൊരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു.